ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് പോപ്പുലർ ഹുണ്ടായി വൈറ്റ്ല ഷോറൂമിലാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാഹനമാണ് ഹുണ്ടായി ക്രെറ്റ എന്ന് പറഞ്ഞത്. ക്രെറ്റ വന്നിട്ട് 2015 ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ ക്രെറ്റ നമ്മുടെ നിരത്തുകളിലൊക്കെ വന്നിട്ട് ഏകദേശം 11 ലക്ഷത്തോളം യൂണിറ്റുകളാണ് നമ്മുടെ ഈ ക്രെറ്റ സെല്ലായിരിക്കുന്നത്. അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ആ ഒരു സക്സസ്ഫുൾ മോഡലിൻ്റെ ഏറ്റവും പുതിയ ക്രെറ്റ ഇലക്ട്രിക് ആണ് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഡിസൈനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ എക്സിസ്റ്റിംഗ് ക്രെറ്റയുടെ അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഫ്രണ്ട് ഫേസൊക്കെ അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഒരു DRL ആണ്, കണക്റ്റഡ് DRLs ആണ് കൊടുത്തേക്കുന്നത്. ഗ്രില്ലിലേക്ക് വന്നു കഴിയുമ്പോഴാണ് മെയിൻ വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ആ ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഗ്രില്ല് ഭാഗം കൊടുത്തേക്കുന്നത്. ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ്. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് മൊത്തത്തിൽ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ഹുണ്ടായുടെ ലോഗോ കാണാൻ പറ്റും. സെൻട്രലായിട്ട് ആ 360 ഡിഗ്രി ക്യാമറ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഹെഡ്ലൈറ്റ്സിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു വ്യത്യാസമില്ല. കോഡ് ബീം ഹെഡ്ലാംപ്സ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് സൈഡിൽ എയർ കട്ടൻസ് കൊടുത്തേക്കുന്നത് കാണാം. സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എയർ ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ബമ്പറിൻ്റെ ഭാഗം എയർ ഡാമിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ എയർ ഫ്ലാപ്സ് കൊടുത്തേക്കാണ്. ഇതിപ്പോൾ വണ്ടി ഇപ്പം നമുക്ക് ഓണാക്കി ഇട്ടേക്കുവാണ് അകത്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു എയർ ഫ്ലാപ്സ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. വണ്ടി ഓഫ് ആകുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിട്ട് പോകുന്ന രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാറ്റ് സിൽവർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് സെൻട്രലായിട്ടാണ് വെഹിക്കിളിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. ഇത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത് കാണാം. വെഹിക്കിൾ ടു ലോഡ് അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിൽ. പിന്നെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡാസ് ഫീച്ചർ ലെവൽ 2 ഫീച്ചർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റാണ് ആ കാണുന്നത്. ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സെൻസർ യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 ഇഞ്ച് ആ എയറോ വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. എയറോ വീൽസ് പൊതുവേ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ കാണുന്ന അതേ പാറ്റേൺ തന്നെയാണ്. വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു സിൽവറും ആ ഒരു ബ്ലാക്ക് ഫിനിഷിലുമാണ് അത് കൊടുത്തേക്കുന്നത്. ഈ എയറോ വീൽസ് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന് കുറച്ചുകൂടെ ആ ഒരു എയർ ഫ്ലോ ഒക്കെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ എയറോ വീൽസ് വരുന്ന വെഹിക്കിളിൽ. സൈഡ് ഡിസൈനിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ക്രെറ്റയിലൊക്കെ വരുന്ന അതേ രീതി തന്നെയാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽസ് നമുക്ക് ആ ഒരു സിൽവർ കളറിലാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പൊക്കെ അതേ രീതിയിൽ തന്നെയാണ്. നമുക്ക് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ്. ആ ഒരു കണക്റ്റഡ് രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഹുണ്ടായുടെ ലോഗോ ഇവിടെ കാണാം. ഇലക്ട്രിക് എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ വരുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പേഴ്സിൽ നമുക്ക് ആ ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് റിവേഴ്സ് ലാമ്പ് വന്നേക്കുന്നത്. 2 സൈഡിലും റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ആ ബമ്പേഴ്സിൻ്റെ 2 സൈഡിലുമായിട്ട് ആ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു സിൽവർ മാറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിലിപ്പോൾ നമുക്ക് ആ ഒരു ചാർജറിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിലിരിക്കുന്നത്. അത്യാവശ്യം ആ ഒരു ഡിക്കി സ്പേസിൽ ഒന്നും ഒരു വ്യത്യാസമില്ല. വീൽ ബേസിലാണ് വെഹിക്കിളിൻ്റെ ഒരു വീൽ ബേസ് ആണെങ്കിലും ലെങ്തിലാണെങ്കിലും ഒന്നും വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇൻറ്റീരിയറിലേക്ക് പോകും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പ്രീമിയം ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ എടുത്ത് പറയണം. മെയിനായിട്ടും വരുന്നത് നമുക്ക് ആ ഒരു നേവി ആ ഒരു ഫിനിഷും പിന്നെ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ഫിനിഷുമാണ് കൊടുത്തേക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ഫിനിഷാണ്. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തേക്കുന്നത് കാണാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ കൊടുത്തേക്കുന്നത്. പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ്. കെർവിനിയർ എന്നാണ് ഇതിന് കമ്പനി പറയുന്ന ഒരു ശകലം ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് ആ രീതിയിലാണ് ഈ ഒരു സ്ക്രീൻ ഇരിക്കുന്നത്. ഇതിനകത്തൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എനിക്ക് തോന്നിയത് ഇൻ കാർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അത് നമുക്ക് EV വെഹിക്കിൾസ് പൊതുവേ നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ നമ്മൾ കൂടുതലും വാലറ്റും അല്ലെങ്കിൽ മൊബൈൽ ത്രൂ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻ കാർ പേയ്മെൻറ്റിലൂടെ നമുക്ക് ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ത്രൂ നമുക്ക് വെഹിക്കിളിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ വാലറ്റോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക്
ഇത് ത്രൂ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്, ഒരു ഗുഡി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡുവൽ സോൺ ഒരു ക്ലൈമട്രോണിക് AC ഒക്കെയാണ് വെഹിക്കിളിൽ വരുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല, നമ്മൾ ക്രെറ്റയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെയാണ്. പിന്നെ ഈ ഒരു സ്റ്റോറേജ് ഏരിയ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് C പോർട്ട് കൊടുത്തിട്ടുണ്ട്, USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു സെൻട്രൽ കൺസോൾ മൊത്തത്തിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ക്രെറ്റ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുമൊക്കെ ആ ഒരു ആംബിയൻ ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ 2 സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. പാർക്ക് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ആ ഒരു 360 വ്യൂ ആണ് നമുക്ക് ഈ കാണുന്നത്, കണ്ടില്ലേ? യെസ്, അതിലൊന്നും ഒരു മാറ്റങ്ങളുമില്ല. പിന്നെ ഒരു മാറ്റം സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ ഒരു സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൽ അത്യാവശ്യം ചെറിയൊരു ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കർവിയായിട്ടുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് സ്റ്റിയറിംഗ് മൊത്തത്തിൽ കാണാനാണെങ്കിലും നമുക്കൊന്ന് പിടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് വരും പാഡൽ ഷിഫ്റ്റേഴ്സ് എന്നല്ല പറയുന്നത്, ഇതിന് റീജൻ ബ്രേക്കിംഗ് ആണ്. അപ്പോൾ അതിൽ പ്ലസും മൈനസും ആയിട്ടുള്ള ആ റീജൻ്റെ നമുക്ക് എത്ര % അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ടാണ് ഇത് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവ് വയർ ടെക്നോളജിയാണ് നമുക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ പാർക്ക്, ന്യൂട്രൽ, റിവേഴ്സ് അങ്ങനെ നമ്മുടെ ഷിഫ്റ്റർ വരുന്ന ഗിയർ ഷിഫ്റ്റർ വരുന്ന ഈ ഒരു രീതിയിലാണ്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഡ്രൈവിലേക്കായി, പിന്നെ ന്യൂട്രൽ, റിവേഴ്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ പാർക്കായി. ഇത്രയാണ്. ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം നമ്മുടെ ആസ് യൂഷ്വൽ പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് നമ്മൾ ക്രെറ്റയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇവിടെ നമുക്ക് ആ ഒരു പിക്ചറൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു മാഗ്നറ്റിക് ഒരു ഭാഗമാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ 8 സ്പീക്കേഴ്സും സറൗണ്ട് സിസ്റ്റം ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ബോസിൻ്റെ ഒരു പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ് വെഹിക്കിളിൽ വരുന്നത്. ഈ ഭാഗത്തൊക്കെ ആംബിയൻ ലൈറ്റ്സ് പോയേക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇവിടെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, സ്പോർട്ട്, നോർമൽ, എക്കോ അങ്ങനെ ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പത്തിലുള്ള ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ഇവിടെ ഒരു കൂളിംഗ് ഓപ്ഷനും വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയയാണ് അവിടെ കൊടുത്തേക്കുന്നത്. പോർട്ട് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഡോർ പോക്കറ്റ്സിൽ കാണാം, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ പാനോറമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രെറ്റ ഇലക്ട്രിക് നമുക്ക് പ്രധാനമായിട്ടും 4 വേരിയൻസിലാണ് വരുന്നത്. എക്സിക്യൂട്ടീവ്, സ്മാർട്ട് ഓപ്ഷൻ, പ്രീമിയം ഇങ്ങനെ 4 വേരിയൻറ്റിലാണ് വരുന്നത്. പിന്നെ അതിൽ തന്നെ ലോങ് റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കിന് സ്മാർട്ട് ഓപ്ഷനും എക്സലൻസ് എന്ന് പറയുന്ന 2 വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഒരു ലോങ് റേഞ്ച് അവൈലബിൾ ആയിട്ട് വരുന്നത്. ലോങ് റേഞ്ചിൽ വരുമ്പോഴത്തേക്കും 473 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ബാറ്ററി പാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ബാറ്ററി പാക്കാണ് വെഹിക്കിളിൽ വരുന്നത്. ഒന്ന് വരുന്നത് 42 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കും 51 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കുമാണ്. 51 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിലാണ് നമുക്കൊരു 473 ഒരു റേഞ്ച് വരുന്നത്. മറ്റേതിലേക്ക് വരുമ്പോൾ 390 ഓൾമോസ്റ്റ് 390 അടുത്താണ് റേഞ്ച് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 51 കിലോ വാട്ടിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 173 PS പവറും 255 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നിപ്പം ഡ്രൈവും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല, കാരണം വെഹിക്കിൾ വന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഡ്രൈവിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഡ്രൈവിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ടിലെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രേ വരുന്നുണ്ട്. ഇത് നമ്മുടെ ക്രെറ്റയിലൊക്കെ ഉള്ളതുപോലൊക്കെ തന്നെയുള്ള ഒരു ട്രേ ആണ്. ഞാൻ ജസ്റ്റ് ഇതിപ്പം കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുകൊണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഇതിപ്പോൾ പുതിയ വണ്ടിയായതുകൊണ്ട് ഇപ്പോൾ ഞാനത് പൊട്ടിച്ച് നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു നമ്മുടെ ഒരു നമ്മുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് വർക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനത്തെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. ഇവിടെ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടേ ഇവിടെ ഒരു സൺ ബ്ലൈൻഡ്സ് ഒക്കെ വരുന്നുണ്ട് 2 ഡോറിലും. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വെഹിക്കിൾ ടു ലോഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ട ഇവിടെ
പവർ പ്ലഗ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ലാപ്പൊക്കെ ഡയറക്റ്റ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു 3 പിന്നിലൂടെ നമുക്ക് ഡയറക്റ്റ് ചാർജ് ചെയ്യാനും പറ്റും. പിന്നെ ഈ നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 17.99 ആണ് എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടോപ്പ് ആൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേന് ഓൾമോസ്റ്റ് 20 lakhs വരെ വരുന്നുണ്ട് ടോപ്പ് ആൻഡ് വേരിയൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഈ 17.99 lakhs ഓൺ റോഡ് പ്രൈസ് വെഹിക്കിൾ വരുമ്പോഴത്തേക്കിനും നമുക്കൊരു 19 സംതിങ് ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പോപ്പുലർ ഹുണ്ടായുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.